ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം വൈ NMMS ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NMMSലുള്ള ബയോളജി പോർഷനാണ്. ഓക്കെ, ബയോളജിയിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, ഒരുപാട് ഏരിയാസ് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മൾ അറിയാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചുകൊണ്ടും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോസിൽ എല്ലാം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഏരിയാസ് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയും അത് കൂടുതലായിട്ട് പഠിക്കാനും വായിക്കാനും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ആ ഏരിയാസ് നന്നായി കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാൻ എല്ലാവരും നോക്കണം. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ വെച്ചിട്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കായി ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. Which one of the following is the correct set of examples under particular group? അതായത് താഴെ കൊടുത്തുള്ളവയിൽ ശരിയായ ഉദാഹരണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സവിശേഷ വിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതൊക്കെയാണ് ആ കാറ്റഗറീസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എന്ന് നോക്കാം. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ഈ മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ എന്നൊക്കെ പറയുന്നത് കിങ്ഡംസ് ആണ് അല്ലേ. നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. 5 കിങ്ഡംസ് ആയിട്ട് മൊത്തം ജീവികൾ, മൊത്തം ഓർഗാനിസംസിനെ 5 കിങ്ഡംസ് ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ 5 കിങ്ഡംസ് എന്താണെന്ന് അറിയണം, അതിൻ്റെ പേരറിയണം, അത് ആ കിങ്ഡംസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ അതുപോലെ തന്നെ എക്സാമ്പിൾസ് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ആ ആൻസറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് തിയറി അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ. എന്താണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനമായും ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതല്ലാത്ത ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്? കാൾ വൂസ് ആണ്. ഓക്കെ, കാൾ വൂസ് ആണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ്. റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ 1969. 1969 റോബർട്ട് എച്ച് വിറ്റാക്കർ എന്ത് ചെയ്തിട്ടുള്ളത്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് കാൾ വൂസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, ദ ക്ലാസിഫിക്കേഷൻ വിറ്റാക്കർ പ്രപ്പോസ്ഡ് ഹാസ് 5 കിങ്ഡംസ്. 5 കിങ്ഡംസ് ആണുള്ളത്. 1 മൊനീറ, 2 പ്രൊട്ടിസ്റ്റ, 3 ഫഞ്ചെ, 4 പ്ലാന്റെ, 5 ആനിമേലിയെ. ഇതാണ് ഈ 5 കിങ്ഡംസ് ആണ് നമുക്ക് റോബർട്ട് എച്ച് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പേരുകൾ നിർബന്ധമായിട്ടും കിങ്ഡംസിന്റെ പേര് പഠിക്കൽ നിർബന്ധമാണ്. അതിനുശേഷം അതിന്റെ എക്സാമ്പിൾസും നമ്മൾ പഠിക്കണം. ഓക്കെ, ദ മോഡിഫിക്കേഷൻ വൂസ് ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് കാൾ വൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബൈ ഡിവൈഡിങ് മൊനീറ ഇൻറ്റു ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. അതായത് ഫസ്റ്റത്തെ കിങ്ഡം, ഒന്നാമത്തെ കിങ്ഡത്തിനെ 2ആക്കി ഡിവൈഡ് ചെയ്യാണ് ആര് ചെയ്തിട്ടുള്ളത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള കാൾ വൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ഒന്നാമത്തത് ആർക്കിബാക്ടീരിയ, രണ്ടാമത്തത് യൂബാക്ടീരിയ, പിന്നെ പ്രൊട്ടിസ്റ്റ, ഫഞ്ചെ, പ്ലാന്റെ, ആനിമേലിയ. പിന്നെ ഒരു ഡൊമൈൻ, 3 ഡൊമൈനുകളും വെച്ചു അല്ലേ. അപ്പോൾ അതാണ് ആർക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയ, അതുപോലെ തന്നെ നമ്മുടെ യൂബാക്ടീരിയ, അല്ലെങ്കിൽ പിന്നെ പ്രോകാരിയോട്സ്, അതുപോലെ തന്നെ യൂകാരിയോട്സ്. യൂകാരിയ എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഡൊമൈനും. അങ്ങനെ 3 ഡൊമൈനുകളും 6 കിങ്ഡംസും ആയിട്ടാണ് കാൾ വൂസ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ക്ലാസിഫിക്കേഷൻ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവുക, എന്താണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയവരുണ്ടാവും, എങ്കിലും അറിയാത്തവർ നിർബന്ധമായും പഠിച്ചിട്ടേ NMMSന് പോകാവുള്ളൂ. ഓക്കെ, എന്താണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ സംഭവിച്ചത്? ഓക്കെ, നമ്മൾ ആദ്യം അതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 5 കിങ്ഡം എന്താ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ഓർഗാനിസത്തിനും ഓരോ ഓർഗാനിസത്തിന് എടുത്തിട്ട് ഇത് ഇന്നതാണെന്ന് പഠിക്കൽ ഭയങ്കര പ്രയാസമാണ് അല്ലേ. ഒരു തേളെടുത്തിട്ട് തേള്, ഇത് ഒരു പാമ്പ് എടുത്തിട്ട് പാമ്പ്, ഇങ്ങനെ ഓരോന്ന് പഠിക്കാതെ ഇവിടെ തൗസൻഡ്സ് അല്ല ലാക്സ് ഓഫ് സ്പീഷീസ് ഇവിടെ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലേ. ആ ഓരോ സ്പീഷീനെ കുറിച്ചും ഇങ്ങനെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഒരേപോലെയുള്ള ഓർഗാനിസംസിനെ ഒരു ഗ്രൂപ്പാക്കും. ഒരേപോലെയുള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസംസിനെ ഒരു ഗ്രൂപ്പാക്കും. അങ്ങനെ 5 ഗ്രൂപ്പ് ആക്കിയതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആ ഗ്രൂപ്പ് ആക്കുന്നതിന് ക്രൈറ്റീരിയ എന്തായിരിക്കും? നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ തോന്നുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ഉണ്ട്, ഇതെല്ലാം ഒരുപോലെ ഉണ്ട്, അങ്ങനെ എടുത്താൽ മതിയോ? അല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെല്ലുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം ലിവിങ് തിങ്സിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പോൾ ആ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ക്രൈറ്റീരിയാസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓൾ ഓർഗാനിസംസ്
ഓൾ ഓർഗാനിസംസിനെ എടുക്കണം. നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ഓരോന്നിനെയും ഓരോ ഷെൽഫിലേക്ക് ഇടാൻ പോവാണ്. ഇവിടെ മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. ആ ജീവികളെല്ലാത്തിനെയും ഓരോരോ ഷെൽഫിലേക്ക് ഇട്ട് നമ്മൾ 5 ഷെൽഫ് നിറക്കാൻ പോവാണ്. അതോടുകൂടി നമ്മുടെ മൊത്തം ക്ലാസിഫിക്കേഷൻ കഴിയും. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണേ. എല്ലാ ഓർഗാനിസംസിനെയും എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഓരോന്നായിട്ട് ഓരോ ഷെൽഫിലേക്ക് മാറ്റാൻ പോവാണ്. എന്താണ് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? സെല്ല്. ഞാൻ പറഞ്ഞു സെല്ലുമായി ബേസ് ചെയ്തിട്ടാണ് നമുക്കിതെല്ലാം പോകുന്നത്. ഓക്കെ, സെല്ല് എന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മൾ നോക്കുക, പ്രധാനമായും ഏറ്റവും ബേസിക്കലി സെല്ല് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കേൾക്കുമ്പോൾ തന്നെ നിങ്ങളും ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതാണ് 2 ടൈപ്പ് ഓഫ് സെൽസ്? 2 ടൈപ്പ് ഓഫ് സെല്ലിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതാണത്? എല്ലാവർക്കും അറിയാം. എന്താണ്? നമ്മുടെ സെല്ല് വെൽ ഓർഗനൈസ്ഡ് ആണോ അല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയസ് വെൽ ഓർഗനൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ വെച്ചിട്ട് 2 തരത്തിലുള്ള സെല്ലുകൾ നമ്മൾ പറയാറുണ്ട്. അതാണ് ടൈപ്സ് ഓഫ് സെല്ല് വെച്ചിട്ടാണ് ആദ്യത്തെ കാറ്റഗറൈസേഷൻ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോകാരിയോട്സ് ആണ്. രണ്ടാമത്തെ എന്തായിരുന്നു? യെസ്, യൂകാരിയോട്സ് അല്ലെ. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ വളരെ തീരെ ഡെവലപ്ഡ് അല്ലാത്ത സെൽസ്. യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ് കേട്ടോ. ട്രൂ. പ്രോ എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് എന്നാണ് കേട്ടോ. പ്രിമിറ്റീവ്, വളരെ ഇൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അപ്പം കാരിയോൺ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പം യു കാരിയോട്ട് എന്ന് വെച്ചാൽ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളത്. പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ അത്ര ഡെവലപ്ഡ് അല്ലാത്ത, ന്യൂക്ലിയർ മെമ്പറൈൻ ഒന്നും ഇല്ലാത്ത, കുറച്ച് ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രമുള്ള അത്തരത്തിലുള്ള കാര്യത്തിനാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് വിളിക്കുക. അപ്പോൾ 2 ടൈപ്പായി അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ ആണ് ആദ്യം എടുത്തത്. ഈ ആദ്യം എടുത്തതിൽ ഈ വിഭാഗം ജീവികളുണ്ടല്ലോ, പ്രോകാരിയോട്സ്, ഇതിനെ മൊത്തം നമ്മൾ ഒരു ഷെൽഫിലേക്ക് ഇടാൻ പോവുകയാണ്. ആ ഷെൽഫിന്റെ പേരാണ് ഒന്നാമത്തെ കിങ്ഡം എന്താ? കിങ്ഡം മൊനീറ. അപ്പൊ കിങ്ഡം മൊനീറയിൽ എന്താ ഉള്ളത്? പ്രോകാരിയോട്സ് ആണുള്ളത്. അപ്പൊ പ്രോകാരിയോട്സ് മൊത്തം കിങ്ഡം മൊനീറയിലായി. മനസ്സിലായോ? അപ്പം നമ്മൾ മൊത്തം ജീവികളെടുത്തു, പ്രോകാരിയോട്സിന് മൊത്തം മൊനീറയിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഇനി നമുക്ക് എന്തേ ബാക്കിയുള്ളൂ? യൂകാരിയോട്സ് മാത്രമേ ബാക്കിയുള്ളൂ. പ്രോകാരിയോട്സ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മുടെ യൂകാരിയോട്സിന് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഒന്നാമത്തെ കിങ്ഡമായി കിങ്ഡം മൊനീറ. ഇനി യൂകാരിയോട്സ്, അത് ഒരുപാട് ജീവികളുണ്ട് അല്ലേ. ആ യൂകാരിയോട്സിന് എടുത്തിട്ട് നമ്മൾ അടുത്തൊരു ക്രൈറ്റീരിയ, ആദ്യം ടൈപ്പ് ഓഫ് സെൽ എടുത്തു അല്ലെ, ഇനി അടുത്തൊരു ക്രൈറ്റീരിയ എടുക്കുകയാണ്. ആ ക്രൈറ്റീരിയ ആണ് നമ്പർ ഓഫ് സെൽസ് അല്ലെ. നമ്പർ ഓഫ് സെൽസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സെല്ലിന്റെ നമ്പർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓർഗാനിസംസിനെ പറയാം? ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസും കുറെ സെല്ലുള്ള ഓർഗാനിസംസും ഉണ്ട്. അതിനെന്താ പറയാ? യൂണിസെല്ലാർ, മൾട്ടി സെല്ലുലാർ അല്ലെ. യൂണിസെല്ലാർ, മൾട്ടി സെല്ലുലാർ. അപ്പം നമ്മൾ ഈ ഭാഗത്തുള്ളത് യൂണിസെല്ലുലാർ, ഇവിടെ ഉള്ളത് മൾട്ടി സെല്ലുലാർ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചു. ഇതിൽ ഈ യൂണി എന്ന് വെച്ചാൽ എന്താ? ഒറ്റ അല്ലെ, ഒന്ന്. യൂണിസെല്ലാർ എന്ന് വെച്ചാൽ ഒരു സെല്ലുള്ളത്. മൾട്ടി എന്ന് വെച്ചാൽ ഒരുപാട്. സെല്ലുലാർ എന്ന് വെച്ചാൽ മൾട്ടി സെല്ലാർ എന്ന് വെച്ചാൽ ഒരുപാട് സെല്ലുള്ളത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുള്ളത്. അപ്പം ഈ യൂണിസെല്ലാർ ആയിട്ടുള്ള ഓർഗാനിസംസിനെ, അതായത് യൂകാരിയോട്സിനെ മാത്രമാണ് കേട്ടോ, പ്രോകാരിയോട്സ് കഴിഞ്ഞു. യൂകാരിയോട്സ് ആയിട്ടുള്ള യൂണിസെല്ലാർ ഓർഗാനിസംസിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു? യൂകാരിയോട്സ് ആയിട്ടുള്ള യൂണിസെല്ലാർ ഓർഗാനിസംസിന് മൊത്തം നമ്മൾ അടുത്ത ഒരു ഷെൽഫിലിട്ടു. ആ ഷെൽഫിന്റെ പേരാണ് പ്രോട്ടിസ്റ്റ. എന്താണ് അതിന്റെ പേര്? പ്രൊട്ടിസ്റ്റ എന്നാണ് യൂണിസെല്ലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാൻ. അപ്പൊ എന്താ ഇത്? പ്രോകാരിയോട്സ് നേരെ മൊനീറ എന്ന് പറഞ്ഞ ഷെൽഫിൽ കയറി. യൂകാരിയോട്സ് ആയിട്ടുള്ള യൂണിസെല്ലാർ ഓർഗാനിസംസിന് മൊത്തം പ്രൊട്ടിസ്റ്റ എന്ന് പറഞ്ഞ ഷെൽഫിലും കയറ്റി. ഇനി നമുക്ക് എന്തേ ബാക്കിയുള്ളൂ? യൂകാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ഓർഗാനിസംസ് മാത്രമേ ബാക്കിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ 2 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിസെല്ലാർ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസംസ് തന്നെ ഒരുപാടുണ്ട് അല്ലെ. അപ്പോൾ അതിനെ നമ്മൾ അടുത്തതായിട്ട് വീണ്ടും കുറെ ക്രൈറ്റീരിയാസ് കൊണ്ടുവരാൻ പോവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെല്ലുമായി ബന്ധപ്പെട്ട് പ്രസൻസ് ഓഫ് സെൽ വാൾ. ഓക്കെ, പ്രസൻസ് ഓഫ് സെൽ വാൾ ഉള്ളതും ഇല്ലാത്തതും. മനസ്സിലായില്ലേ? അപ്പം വിത്ത് സെൽ വാൾ, ഒന്നാമത്തെ ക്രൈറ്റീരിയ വിത്ത് സെൽ വാൾ ഉള്ളത്, അത് ഈ ഭാഗത്ത്. ഇവിടെ വിത്തൗട്ട് സെൽ വാൾ. ഓക്കെ, ഇവിടെ സെൽ വാൾ ഇല്ലാത്തത്. ഇനി സെൽ വാൾ ഉള്ളത് തന്നെ ഒരുപാട് തരത്തിലുണ്ട്. യൂകാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ആയിട്ടുള്ള സെൽ വാൾ ഉള്ളത് തന്നെ പലതരത്തിലുള്ളതുണ്ട്.
അതിനെ നമ്മൾ വീണ്ടും ഒരു ക്രൈറ്റീരിയ കൂടി വെക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ നമ്മൾ ആ ഒരു ഓർഗാനിസം അത് എങ്ങനെയാണ് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുകയാണോ, പ്രൊഡ്യൂസർ ആണോ, കൺസ്യൂമർ ആണോ എന്നതൊക്കെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്. അതായത് അതിൻ്റെ പിന്നെ അത് എങ്ങനെ പിന്നെ ഹെട്രോട്രോഫിക് ആണോ ഓട്ടോട്രോഫിക് ആണോ എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് അടുത്ത ഒരു ക്രൈറ്റീരിയ വരുന്നത്. അതിൽ യൂക്കാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ആയിട്ടുള്ള സെൽവാളുള്ള ഹെറ്ററോട്രോഫിക് ഒരു ഭാഗത്ത് ഓട്ടോട്രോഫിക് അടുത്തത്. മനസ്സിലായോ? അപ്പൊ സെൽവാളുള്ള ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഒരു ഷെൽഫിൽ കയറ്റി. ആ ഷെൽഫിന് നമ്മൾ ഇട്ട പേരാണ് ഫഞ്ചൈ. അപ്പോൾ അത് മൂന്നാമത്തെ കിങ്ഡം. മനസ്സിലായേ? അപ്പൊ എന്താണ്, യൂക്കാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ആയിട്ടുള്ള സെൽവാളുള്ള ഹെറ്ററോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് മറ്റുള്ളതിനെ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ഫംഗസ് അല്ലെങ്കിൽ ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈ മൂന്നാമത്തതുമായി. അപ്പോൾ അത് എന്തായി, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ളത് മൾട്ടിസെല്ലാർ ആയിട്ടുള്ള സെൽവാളുള്ളതൊക്കെ അടുത്ത ഷെൽഫിൽ കയറി ഫംഗസ്. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഇവിടെ എന്താ, യൂക്കാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ആയിട്ടുള്ള വിത്ത് സെൽവാൾ ആയിട്ടുള്ള ഓട്ടോട്രോഫിക് ആയിട്ടുള്ള സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ള പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ മൊത്തം നമ്മൾ അടുത്ത ഷെൽഫിലേക്കും കയറ്റി. ആ ഷെൽഫിന്റെ പേരാണ് പ്ലാന്റേ. നാലാമത്തെ കിങ്ഡം പ്ലാന്റ്സ് അല്ലെ, ഓട്ടോട്രോഫിക് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ. ഇനി ഒറ്റ ടീം മാത്രമാണ് ബാക്കിയുള്ളത്, കുറച്ച് ആൾക്കാരും കൂടിയേ ബാക്കിയുള്ളൂ. അതാരാണ്? യൂക്കാരിയോട്സ് ആയിട്ടുള്ള മൾട്ടിസെല്ലാർ ആയിട്ടുള്ള വിത്തൗട്ട് സെൽവാൾ ഇല്ലാത്ത ഓർഗാനിസംസ്. അതേതായിരിക്കും? ലാസ്റ്റ് ഷെൽഫ് ആനിമേലിയേ, അഞ്ചാമത്തെ കിങ്ഡം ആനിമേലിയേ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ മൊത്തം ഓർഗാനിസംസിന് 5 കിങ്ഡംസ്, മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ച്, പ്ലാന്റ്, ആനിമേലിയേ, ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഈ രൂപത്തിലാണ് ക്ലാസിഫിക്കേഷൻ. ഇത് അറിയെങ്കിൽ മാത്രമേ, ഇത് നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോകാരിയോട്സ്, മൊനീറ, യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോകാരിയോട്സ് ഒഴിവായി അല്ലേ. പിന്നെ യൂക്കാരിയോട്സ് സിംഗിൾ സെല്ലാണോ മൾട്ടിസെല്ലാർ ആണോ? സിംഗിൾ സെല്ലാണെങ്കിൽ പ്രൊട്ടിസ്റ്റ, മൾട്ടിസെല്ലാർ ആണെങ്കിൽ വിത്ത് സെൽവാൾ ആണോ വിത്തൗട്ട് സെൽവാൾ ആണോ? വിത്തൗട്ട് സെൽവാൾ ആണെങ്കിൽ ആനിമേലിയ, വിത്ത് സെൽവാൾ ആണെങ്കിൽ അത് ഹെട്രോട്രോഫിക് ആണെങ്കിൽ, അതായത് സാപ്രോഫൈറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഫഞ്ചൈ, ഓട്ടോട്രോഫിക് ആണെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റ് അല്ലെ. ആ രൂപത്തിൽ ഒറ്റയടിക്ക് നമുക്കിത് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്ക് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു പരിധിവരെ ഒരുപാട് ഒരു 80% ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. പിന്നെ നമുക്കിനി ബാക്കി ഉണ്ടാവുക എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് പഠിക്കാനുള്ളത്. അത് നമുക്കിങ്ങനെ ഒരു ക്ലാസ് എടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ എക്സാമ്പിൾസും ഏത് കിങ്ഡമാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായി തന്നെ ഒരു നോട്ടിൽ ഓരോ കിങ്ഡത്തിൻ്റെയും എക്സാമ്പിൾസ്, നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന എക്സാമ്പിൾസ് എങ്കിലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഇനി നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ മൊനീറ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്സിൻ്റെ കിങ്ഡമാണ്. പ്രൊട്ടിസ്റ്റ യൂക്കാരിയോട്ടിക് യൂണിസെല്ലാർ ആണ്. ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്ടിക് മൾട്ടിസെല്ലാർ. സാപ്രോഫൈറ്റിക് ആണ്. പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, മൊനീറ, സയനോബാക്ടീരിയ, അസോസ്പൈറില്ലം, പെനിസിലം, അതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ കറക്റ്റ് സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചത്. പ്രൊട്ടിസ്റ്റ, അമീബ, ബാസിലസ്, യൂഗ്ലിന, ഇതൊക്കെ ചിലതൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും, ചിലത് അറിയാത്തതുണ്ടാവും അല്ലേ. ഫഞ്ചൈ, റൈസോപ്പസ്, ഫേൺ, ഈസ്റ്റ്. അതുപോലെ തന്നെ പ്ലാന്റ്, മോസസ്, അതുപോലെ തന്നെ ആൽഗെ, അസോള. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, പിന്നെ ഇതിൽ ഓരോന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊനീറ, സയാനോ ബാക്ടീരിയ ഒരു മൊനീറയാണ്. പക്ഷെ അസോസ്പൈറിലം, പെനിസിലം, ഇത് അസോസ്പൈറിലും പെനിസിലിയവും അത് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. അത് ഏത് എക്സാമ്പിൾ ആണ്. അതേപോലെ പ്രൊട്ടിസ്റ്റ, അമീബ എന്തായാലും പ്രൊട്ടിസ്റ്റ ആണെന്ന് അറിയാം. ബാസിലസ്, യൂഗ്ലിന. അതേപോലെ തന്നെ ഫഞ്ചൈ, റൈസോപ്പസ്, ഫേൺ, ഈസ്റ്റ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഫേണും ഈസ്റ്റും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഫേൺ എന്താണ് എന്നുള്ളത് അല്ലെ, പ്ലാന്റ്സ് വരെ. എനിവേ, പ്ലാന്റ്, മോസസ്, ആൽഗെ, അസോള. അപ്പോൾ മോസസ്, ആൽഗെ, അസോള ഇതൊക്കെ പ്ലാന്റ് ആണോ? നമുക്ക് നിങ്ങൾക്ക് ഇനി തരുന്ന ഈ ഒരു വീഡിയോ നമ്മൾ ക്ലാസിഫിക്കേഷൻ മൊത്തം പഠിച്ചു. ഇനി എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ എല്ലാവരും കമൻ്റായി ഇടേണ്ടത് ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് സെറ്റ് ആയിട്ടുള്ളത്? മൊനീറയാണോ,
പ്രൊട്ടിസ്റ്റയാണോ ഇവിടെ തന്നെ നോക്കാം. ഓരോ പ്രൊട്ടിസ്റ്റ ബാസിലസ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ആലോചിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫഞ്ച്, പ്ലാന്റ്, ഇതിൽ ഏതാണ് കറക്റ്റ് സെറ്റ്? ഇവിടെയും മലയാളത്തിലും അത് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് സെറ്റ്? 1, 2, 3 or 4 ഏതാണ് കറക്റ്റ് സെറ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഓരോ കിങ്ഡത്തിലെയും മറ്റ് എക്സാമ്പിൾസ് കൂടി കമൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഹോംവർക്കായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആരാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിവേ ഇതാണ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ക്ലാസിഫിക്കേഷൻ്റെ ആ ഒരു പാർട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി എക്സാമ്പിൾസ് ആണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതെല്ലാവരും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ നോക്കുക. ബാക്കി ബയോളജിയിലുള്ള ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.